Good morning, madam. Good morning all. Good morning all. Good morning. ആയിഷ വളരെ റെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്യല്ലേ? ഞാൻ റെഡിയാ. ഓക്കെ നമ്മൾ കറക്റ്റ് ടൈം ആയിട്ടുണ്ട്, 2 സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ് ആൾ. The meeting in connection with the 7 a.m. morning drive of JSA India Content is hereby called to order. നമ്മുടെ 81ാമത്തെ ദിവസമായിട്ടുള്ള ഇന്നത്തെ പ്രോഗ്രാം ഗോണ്ടന്റിയിൽ നടന്ന 7 a.m. മോർണിംഗ് ഡ്രൈവ്, ഇതിന്റെ 81ാമത്തെ ദിവസത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്നത്തെ ദിവസം നമുക്ക് ഗസ്റ്റ് സ്പീക്കർ ആയിട്ടോടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്ന JSA പെരിന്തൽമണ്ണയുടെ സെക്രട്ടറി ഐഷ മലിഹ മാഡമാണ്. ഹെൽത്ത് വെൽനസ് സ്ഥാപനം നടത്തുന്ന അതിന്റെ ഫൗണ്ടർ കൂടെ ആയിട്ടുള്ള ഐഷ മലിഹ മാഡമാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് സ്പീക്കർ എന്ന് പറയുന്നത്. നിങ്ങൾ ഇന്നലെ ഗ്രൂപ്പിൽ ഇട്ട മെസ്സേജ് കണ്ടിട്ടുണ്ടാവും, എന്താണ് ഇന്നത്തെ ടോപ്പിക് എന്നുള്ളത് കണ്ടിട്ടുണ്ടാവും. ആ ഒരു വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒഫീഷ്യലായിട്ട് ഐഷ മലിഹ മാഡത്തെ ഈ പ്രോഗ്രാമിലേക്ക് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. ഐഷ മാഡം, ദ ഫ്ലോർ ഈസ് യുവേഴ്സ്. യു കൻ സ്റ്റാർട്ട് നൗ. താങ്ക് യു സർ. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഹൈദർ സാർ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക്, ഐഷ രഹനയാണ്, ഐഷ മലിഹ അല്ല. അതെന്റെ മെയിൽ ഐ ഡിയിലുള്ള നെയിമാണ്, അപ്പൊ അതൊന്ന് തിരുത്തിക്കോട്ടെ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ടൈം ടു അലാറം എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ വെറുക്കപ്പെടുന്ന ഒരു സാധനമായിരിക്കും ചിലപ്പോൾ അലാറം എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ അതിന്റെ ഒരു ആവശ്യം ഈ സമയം എന്ത് എന്നുള്ളത് ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്.
അതിന് മുന്നായിട്ട് ഞാനൊരു ചെറിയ കഥ പറയാം. ഒരിക്കൽ ദൈവം ഒരാൾക്ക് 2 വരങ്ങൾ കൊടുത്തു. വരങ്ങൾ എന്ന് പറയുന്നത് 2 വരങ്ങളായിട്ടല്ല, 2 ആളുകളെ സഹായത്തിന് കൊടുത്തു. കൊടുത്തപ്പോ ദൈവം പറഞ്ഞു, നീ ഇവരെ പൊന്നുപോലെ നോക്കണം. ഒരു യജമാനന് കാളകളെ കിട്ടുന്ന പോലെയാണ്. നീ അവരെ എത്രമാത്രം നന്നായി ഉപയോഗിക്കുന്നോ അത്രമാത്രം അവര് നിന്നെ സേവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നിനക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവര് ചെയ്യും. അപ്പൊ നീ നിന്റെ ഉത്തരവാദിത്തം എന്ന് പറയണത് നിനക്ക് കിട്ടിയ ഈ 2 ആളുകളെ നീ പൊന്നുപോലെ സൂക്ഷിക്കുക എന്നുള്ളതാണെന്ന് പറഞ്ഞു. അപ്പൊ അയാൾ ഓക്കെ, കുഴപ്പമൊന്നുമില്ല, 2 പേരല്ലേ, ഞാൻ ശ്രദ്ധിച്ചോളാം, നോക്കിക്കോളാം, സൂക്ഷിച്ചോളാം എന്നൊക്കെ അദ്ദേഹം ദൈവത്തിന് മറുപടി നൽകി. അങ്ങനെ കുറേ കാലങ്ങൾ കഴിഞ്ഞ് ഏകദേശം അയാൾക്കൊരു 40 വയസ്സ് 45 വയസ്സൊക്കെ ആയ സമയത്ത് പെട്ടെന്ന് അയാൾക്ക് സുഖമില്ലാതായി അയാളിങ്ങനെ കിടക്കുമ്പോ അയാളിങ്ങനെ മരണത്തിന്റെ മുഖാമുഖം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അയാൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചപ്പോ ദൈവം പിന്നെ അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ അയാളോട് ചോദിച്ചു, ഞാൻ നിനക്ക് 2 വരങ്ങൾ തന്നു അല്ലെ, 2 ആളുകളെ നിന്നെ സേവിക്കാൻ ഞാൻ തന്നു, നീ എന്തുകൊണ്ട് അവരെ ശ്രദ്ധിച്ചില്ല, സൂക്ഷിച്ചില്ല എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞില്ലല്ലോ, ഞാന് നേരെയാണല്ലോ ശ്രദ്ധിച്ചത്, സൂക്ഷിച്ചത്, പിന്നെ എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ ഇല്ല, നിന്റെ പല ശ്രദ്ധയില്ലായ്മകളും കാരണമാണ് അവർക്ക് അവരും വളരെ മോശമായതും അത് മുഖാന്തരം നീയും മോശമായതെന്ന് പറഞ്ഞു. അപ്പൊ അയാൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചു. ശരിയാണ്, ചെറിയ എന്നാൽ വലുതെന്ന് തോന്നുന്ന പല കാര്യങ്ങളും എന്റെ ഭാഗത്തുനിന്ന് പിഴ സംഭവിച്ചത് കൊണ്ടാണ് ഈ ഒരു അവസ്ഥ എത്തിയത് എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ മരണത്തിലേക്ക് അടുത്തു. പ്രിയപ്പെട്ടവരെ, ദൈവം അയാൾക്ക് കൊടുത്ത 2 വരങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് അയാളുടെ ഹൃദയം, ഒന്ന് അയാളുടെ കിഡ്നിയാണ്. അയാളെ സേവിക്കാൻ വേണ്ടി ദൈവം കൊടുത്ത 2 ആളുകൾ എന്ന് പറയുന്നത്, ഒന്ന് ഹൃദയം, ഒന്ന് കിഡ്നിയാണ്. ഒരു വേതനവും ഒരു സാലറിയും ഇല്ലാതെ അയാൾക്ക് വേണ്ടി രാപ്പകൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത 2 ആളുകൾ എന്ന് പറയുന്നത് കിഡ്നിയും ഹൃദയവുമാണ്. അയാൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അയാളെ എക്കാലവും സേവിക്കാൻ റെഡി ആയിട്ടുള്ള 2 ആളുകൾ എന്ന് പറയുന്നത് അയാളുടെ ഹൃദയവും അയാളുടെ കിഡ്നിയാണ്. ഞാൻ ഈ പറഞ്ഞ ഈ 2 വരങ്ങൾ നമ്മളിൽ എല്ലാവർക്കും ദൈവം ഒരുപോലെ തന്നിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാല്, നമ്മൾ അവരെ നല്ല രീതിയിലാണോ നോക്കുന്നേ എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാലേ, വീട്ടിൽ നമ്മളൊരു വെള്ളം എടുത്തു തരാൻ പറഞ്ഞ, ചായ എടുത്തു തരാൻ പറഞ്ഞ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണി പറഞ്ഞാല് ഇടയ്ക്കെങ്കിലും ഒരു മുറുമുറുപ്പോട് കൂടിയിട്ടായിരിക്കും അത് നമ്മൾ പറയുന്ന ആളുകൾ ചിലപ്പോൾ നമ്മളോട് പ്രതികരിക്കുക. പക്ഷെ നമുക്ക് ഇന്നേ വരെ മുഖം ചുളിയാതെ, ഇന്നേ വരെ നമ്മളെ ദുഷിപ്പ് കാണിക്കാതെ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന 2 ആത്മാർത്ഥമായ ജോലിക്കാരാണ് നമ്മൾ ഈ പറയപ്പെടുന്ന ഹൃദയവും കിഡ്നിയും. അവരെ നമ്മൾ നല്ല രീതിയിൽ നോക്കുന്നുണ്ടോ ഈ കാലത്ത് എന്നുള്ളതാണ്. നമുക്കറിയാം, എല്ലാവർക്കും ലൈഫ് ഉണ്ട്, അത് എല്ലാവർക്കും മരണമുണ്ട്. പക്ഷെ പലപ്പോഴും പല ആളുകളും പറയുന്ന ഒരു സെന്റൻസ് ആണ്, എന്നായാലും മരിക്കും, എന്നാ പിന്നെ തിന്നിട്ട് മരിച്ചാൽ പോരെയും ചോദിക്കും അല്ലെ. ശരിയാണ്, എന്നായാലും മരിക്കും, ഞാനും മരിക്കും, നിങ്ങളും മരിക്കും, നമ്മളെല്ലാവരും മരിക്കും, തിന്നിട്ട് മരിച്ചാൽ പോരെ, ഇതെല്ലാം ആസ്വദിച്ച് മരിച്ചാൽ പോരെയും ചോദിക്കും. പക്ഷെ ഈ മരണത്തിന്റെ ഇടയിൽ കുറച്ച് വേദനകൾ നമ്മൾ അനുഭവിക്കേണ്ടി വന്നാലോ, കുറച്ച് ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വന്നാലോ, മറ്റുള്ളവർക്ക് നമ്മളൊരു ഒരു ഭാരം പോലെ ആവേണ്ടി വന്നാലോ, ഒരുപാട് വേദനകൾ, ഒരുപാട് മരുന്നുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വന്നാലോ, ഇതെല്ലാം നമുക്ക് പ്രയാസമുള്ള കാര്യങ്ങളാണ് അല്ലെ. ഒരു നല്ല ആരോഗ്യമുള്ള ജീവിതത്തിലാണ് ഒരു നല്ല മനസ്സുണ്ടാവുക എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് സത്യം കേട്ടോ. നല്ല ആരോഗ്യമുള്ള ജീവിതത്തിൽ നല്ല ആരോഗ്യമുള്ള മനസ്സുണ്ടാവും. ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല. ചില കാര്യങ്ങള് നമുക്കിടയിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് പ്രത്യേകിച്ച് ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോ ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഇന്നിവിടെ സൂചിപ്പിക്കാൻ പോകുന്നത്. ഇവ ചില ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ പച്ചവെള്ളം പോലും കുടിച്ചാല് ഞാൻ തടിക്കും. ചില ആളുകൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള, ഞാൻ പച്ചവെള്ളം കുടിച്ചാലും മതി, ഞാൻ തടിക്കും. ചില ആളുകൾ പറയും, ഞാൻ എന്ത് തന്നെ കഴിച്ചാലും തടിക്കൂല, തടിമ കാണൂല. ഈ എന്ത് തന്നെ കഴിച്ചാലും തടിമ കാണൂല എന്ന് പറയുന്ന ആളുകൾ ആരോഗ്യവാന്മാരല്ല. ഞാൻ പച്ചവെള്ളം പോലും കുടിച്ചാലും തടിക്കും എന്ന് പറയുന്ന ആളുകളും ആരോഗ്യവാന്മാരല്ല. നമ്മൾ പറയില്ലേ, ഇപ്പൊ തടിയുള്ളത് ആരോഗ്യത്തിന്റെ എന്താ പറയാ ലക്ഷണക്കേടല്ല,
തടി ഇല്ലാത്തത് ആരോഗ്യത്തിന്റെ നല്ല ലക്ഷണവുമല്ല. നമ്മള് നമ്മുടെ ശരീരത്തിലുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻസ് ആണ് ആക്ച്വലി മെറ്റബോളിസം എന്ന് പറയുന്നത്. ഈ കെമിക്കൽ റിയാക്ഷൻസ് നമ്മുടെ ബോഡി സെൽസിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണതാണ്. അത് ഫുഡിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഈ രീതിയിലുള്ള മെറ്റബോളിസത്തിന്റെ ഡിഫറൻസ് വരുമ്പോഴാണ് ഈ രീതിയിൽ നമുക്ക് ചേഞ്ചസുകൾ വരിക. അപ്പോൾ നമ്മൾ നല്ല തടിയുള്ള ഒരാള് ആക്ച്വലി ആരോഗ്യമില്ലാത്ത ഒരാളാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തീരെ തടിയില്ലാത്ത ഒരാള് ആക്ച്വലി ആരോഗ്യം ഇല്ലാത്ത ഒരാളാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മള് ദിവസവും ഒരുപാട് കാര്യമായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുന്ന ആളുകളായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ കുറച്ചൊരു ഒരു ഷോർട്ട് ടേം പീരീഡിൽ നമ്മൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുള്ള ആളായിരിക്കും. പെട്ടെന്ന് അവര് വർക്കൗട്ട് നിർത്തുകയെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ആ കണ്ടിരുന്ന ആ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ അവർക്ക് ചിലപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് വരാം. അപ്പൊ നമ്മൾ പറയും, ജിമ്മിൽ പോയിരുന്ന സമയത്തൊക്കെ നല്ല അടിപൊളിയായിരുന്നു, അപ്പൊ ജിമ്മ് നിർത്തിയപ്പോ പഴയ പോലെ ആയില്ലേ, അല്ലെ? നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന മസിൽസ് വീണ്ടും ഫാറ്റിലേക്ക് വന്നു എന്നുള്ള ഒരു ചിന്താഗതി പലപ്പോഴും ഉണ്ടാവും. ആക്ച്വലി അങ്ങനെയല്ല. നമ്മുടെ ബോഡിയിൽ മസിൽസും എന്ന് പറയുന്നതും അതേപോലെ തന്നെ ഫാറ്റ് എന്ന് പറയുന്നതും ഡിഫറെന്റ് ആയിട്ടുള്ള ടിഷ്യൂകളാണ്. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലുള്ള മസിൽസിന്റെ ടിഷ്യൂസ് അത് വികസിക്കുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ ആ മസിലായിട്ട് നമുക്കത് കാണാൻ സാധിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ അതല്ലാത്ത ആളുകൾക്കാണ് നമ്മൾ മസിൽ കാണാതെ പോകുന്നത്. ആക്ച്വലി ഇത് രണ്ടും നമ്മുടെ ബോഡിയിലുള്ള സംഗതികളാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യാത്തത് കാരണം മസിൽസ് ഫാറ്റിലേക്ക് കൺവേർട്ട് ആയിരുന്നോ, നമ്മൾ ചെയ്തത് കൊണ്ട് ഫാറ്റ് പോയിരുന്നോ എന്നുള്ളതല്ല. നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഫാറ്റ് നമ്മളത് ബേൺ ആവും, നമ്മുടെ മസിൽസിന്റെ ടിഷ്യൂ അത് ഇംപ്രൂവ് ആവും. അപ്പൊ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വർക്കൗട്ട് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ പഴയ പോലെ ആയി, മസിൽസ് എല്ലാം പിന്നെ ഫാറ്റിലേക്ക് പോയി എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട്. അത് ശരിയല്ല. അതേപോലെ തന്നെ മറ്റൊന്നാണ്, ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, ഞാൻ ദിവസവും രാവിലെ നടക്കാറുണ്ട്, നടക്കുന്ന ആളാണ്, നടന്നാൽ തന്നെ മതി, ധാരാളമാണെന്ന് പറയും. നടത്തം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അത് നമ്മളുടെ ഫാറ്റ് ബേൺ ചെയ്യണമെന്നില്ല. അത് നമ്മുടെ കാർഡിയാക്ക്, നമ്മുടെ ഹൃദയത്തിന്. ഇപ്പൊ നമുക്കറിയാം, ഡോക്ടേഴ്സ് എല്ലാം ചില ആളുകളോട് പറയും നിങ്ങൾ നടക്കണം രാവിലെ എണീറ്റ്. അത് ആക്ച്വലി നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഹൃദയത്തിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ടാണ് അത്തരത്തിൽ നമ്മളോട് പറയുന്നത്. അപ്പൊ നമ്മള് പറയാറുണ്ട്, ഞാൻ നടക്കാറുണ്ട് അല്ലെ. എനിക്കറിയാം പല വീട്ടമ്മമാരും അവര് രാവിലെ എണീറ്റ് 2 കിലോമീറ്ററോളം രാവിലെ എണീറ്റ് നടക്കും. അവരുടെ കൂടെ നടക്കാന് തൊട്ടപ്പുറത്തുള്ള ആളുകളെല്ലാം ഉണ്ടാവും. ഈ ദൂരം തൊട്ട് ആ ദൂരം വരെ നടക്കുമ്പോഴേക്കും നാട്ടിലുള്ള എല്ലാ കുശലാന്വേഷണങ്ങളും അവരറിഞ്ഞിട്ടുണ്ടാവും. പിന്നെ പിറ്റേ ദിവസത്തേക്കാണ് ആ നടത്തം ബാക്കിയാവുക. ആക്ച്വലി അതല്ല നടത്തം എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും സജസ്റ്റ് ചെയ്യാറുള്ളത് ബ്രിസ്ക് വാക്കാണ്. അതിനൊരു വേഗത ഉണ്ട്, ആ വേഗതയോട് കൂടിയാണ് നടക്കുന്നത്. പല ആളുകളും വളരെ സാവകാശത്തില് സംസാരിച്ച് എന്നാൽ അവര് തീരുമാനിച്ച 1 കിലോമീറ്ററോളം ഫുൾ അവർ നടക്കുകയും ചെയ്യും. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ നടക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ ചില ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പിന്നെ എക്സസൈസ് ചെയ്താൽ വിയർക്കണം അല്ലെ. ആ വിയർപ്പിലൂടെയാണ് നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റുകളെല്ലാം നമുക്ക് ബേൺ ചെയ്ത് പോവുള്ളൂ എന്നുള്ളത്. അതും തെറ്റായ ഒരു ധാരണയാണ്. എക്സസൈസ് ചെയ്താൽ വിയർക്കണം എന്ന് പറയുന്നത്, ചില ആളുകൾ ചിലപ്പോൾ വിയർക്കും, അത് അവരുടെ ശരീരത്തിന്റെ ഘടനയ്ക്ക് അനുസരിച്ചിട്ടാണ്, അവരുടെ ടിഷ്യൂവിനനുസരിച്ചിട്ടാണ്. ചില ആളുകൾ ചിലപ്പോൾ അത്ര തന്നെ വിയർത്തൊന്നും വരില്ല. ചില ആളുകൾ കണ്ടിട്ടില്ല, നമ്മൾ എക്സസൈസ് ചെയ്താലും ഇല്ലെങ്കിലും നോർമലി ഉള്ള ടെമ്പറേച്ചറിൽ പോലും അവര് സ്വയം വിയർത്തുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു എക്സസൈസ്, നല്ല പ്രോപ്പറായിട്ട് ഒരു എക്സസൈസ് ചെയ്ത ആളുകൾ വിയർക്കണം, വിയർത്താലേ ഉള്ളൂ അവർ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്തു എന്നുള്ള ധാരണ അത് തെറ്റാണ്. അങ്ങനെയില്ല. അതേപോലെ തന്നെ നമ്മൾ പല ആളുകളോടും ചോദിക്കുന്ന സമയത്ത് പറയാറുണ്ട്, രാവിലെ ഒരു മണിക്കൂർ അത് ഭയങ്കര ബുദ്ധിമുട്ടാ, എന്നാ നീ വൈകുന്നേരം ചെയ്താലോ? വൈകിട്ട് 1 മണിക്കൂർ അത് അതിലേറെ ബുദ്ധിമുട്ടാ. ശരിക്കും 1 മണിക്കൂർ നമുക്ക് മാറ്റിവെക്കാൻ ഉണ്ടായാലാണ് നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ധാരണ ഉണ്ട്. ആക്ച്വലി അങ്ങനെയല്ല.
30 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെ നിങ്ങൾ അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ശരിക്കും ഐഡിയൽ ആയിട്ടുള്ള ഒരു വർക്കൗട്ട് ടൈം എന്ന് പറയുന്നത്. ഒരു മണിക്കൂർ 2 മണിക്കൂർ എന്നൊക്കെ പറയുന്നതും ആക്ച്വലി അത് നമ്മളുടെ ബോഡിനെ ടയേർഡ് ആക്കും. നമ്മൾക്ക് വളരെയധികം ക്ഷീണം തോന്നും. ഇപ്പൊ നമുക്കറിയാം ഈ എന്താ പറയാ കോമ്പറ്റീഷൻ ഒക്കെ പങ്കെടുക്കുന്ന ആളുകൾ കൃത്യമായിട്ട് അവർക്ക് ഒരു ടൈം പീരീഡിൽ മാത്രമാണ് അവര് എക്സസൈസ് ചെയ്യുക. അത് അവർക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമായിട്ടായിരിക്കും എക്സസൈസ് ചെയ്യുക. അപ്പൊ നമ്മളൊരു 1 അവർ നമ്മൾ ജിമ്മിൽ എന്താ പറയാ ചെലവഴിച്ചു എന്ന് കരുതിയിട്ട്, അല്ലെങ്കിൽ ഒരു 1 അവർ നമ്മൾ വർക്കൗട്ട് ചെയ്തു എന്ന് കരുതിയിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ ചെയ്യുന്ന വർക്കൗട്ട് അല്ലെങ്കിൽ എക്സസൈസ് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി എന്തും ആയിക്കോട്ടെ, അത് വളരെ കോൺസെൻട്രേഷനോട് കൂടി അല്ലെങ്കിൽ അത് ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ടൈം എന്ന് പറയുന്നത് 30 to 45 മിനിറ്റ്സ് വരെയാണ്. പിന്നെ അതേപോലെ തന്നെ ചില ആളുകൾ അറിയാറുണ്ട്, രാവിലെ ഗ്രീൻ ടീ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞ് തേൻ കുടിച്ചാൽ നമ്മുടെ ഫാറ്റ് കുറയും അല്ലെങ്കിൽ കൊളസ്ട്രോൾ കുറയും എന്നുള്ള ധാരണകളൊക്കെ കേട്ട് ഗ്രീൻ ടീയുടെ പാക്കറ്റുകൾ വാങ്ങിക്കൂട്ടലും നാരങ്ങയും ചൂടുവെള്ളവും തേനും അങ്ങനെയുള്ള എല്ലാ പരിപാടികളും അല്ലെ. പലപ്പോഴും നമ്മളിൽ പല ആളുകൾക്കും ഡോക്ടർമാരാവുന്നതും അല്ലെങ്കിൽ ഗൈഡായിട്ട് വരുന്നതും യൂട്യൂബ് ചാനലിലെ വ്ളോഗേഴ്സ് ആണ്. അങ്ങനെ തേൻ കുടിച്ചാലോ അല്ലെങ്കിൽ നാരങ്ങ വെള്ളം കുടിച്ചാലോ ഗ്രീൻ ടീ കുടിച്ചാലോ ഫാറ്റ് കുറയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം വാങ്ങി കുടിച്ചിരുന്നു. അങ്ങനെ ഒന്നില്ല. ഇതെല്ലാം നമുക്കൊരു എന്താ പറയാ ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഡ്രിങ്കുകളാണ്. നമ്മളുടെ ബോഡിയിലുള്ള ഫാറ്റ് കുറയണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായ രീതിയിലുള്ള ഒരു ഡയറ്റ് പ്ലാനോ അതിന്റെ കൂടെ തന്നെ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയോ നമ്മൾ കൊണ്ടുപോകണം. വെറും ഒരു ഗ്രീൻ ടീയിലൂടെ മാത്രം നമുക്ക് നമ്മുടെ ഫാറ്റ് കുറയ്ക്കാൻ സാധിക്കില്ല. അതൊക്കെ ബോളിവുഡിലെ നടിമാര് പരസ്യത്തിന് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. അത് വെച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് ഒരു റിസൾട്ടും ഉണ്ടാവാൻ പോകുന്നില്ല. പിന്നെ ചില ആളുകളൊക്കെ നമ്മളോട് പറയാറുണ്ട്, എനിക്ക് കൈയും കാലൊന്നും കുഴപ്പമില്ല, വയറ് മാത്രമാണ് പ്രശ്നം. അതും ചെരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ നമ്മളെക്കാൾ മുന്നിൽ നിൽക്കുക വയറാക്കാരം. അപ്പൊ വയറ് മാത്രമാണ് പ്രശ്നം. അപ്പൊ ആ വയറൊന്ന് മാത്രം കുറയ്ക്കാന്നുള്ളത് നമ്മളോട് പല ആളുകളും പറയാറുണ്ട്. അങ്ങനെ വയറ് മാത്രമായിട്ട് കുറച്ചു തരുന്ന ഒരു മെഷീന് ഇന്നേ വരെ കണ്ടുപിടിച്ചിട്ടില്ല. അതിന് പറ്റുന്ന തക്കതായ രീതിയിലുള്ള ഒരു മാർഗം ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇനി അങ്ങനെ എങ്ങാനും നിങ്ങൾക്ക് വയറ് കുറയ്ക്കണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാറില്ല, ഷവർമ്മയുടെ കോല് കുത്തിവെച്ചാൽ അവരിങ്ങനെ ചെത്തി എടുക്കും എന്ന് അറിയില്ല. അങ്ങനെ എങ്ങാനും ചെയ്യുകയാണെങ്കിൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. നമ്മുടെ ബോഡിയിൽ ഇപ്പൊ പല ആളുകളും പറയാറുണ്ട്, വയറ് മാത്രം കുറയ്ക്കാനുള്ള വർക്കൗട്ട് തരുമോ അല്ലെങ്കിൽ വയറ് മാത്രം കുറയാനുള്ള ഡയറ്റ് പ്ലാൻ തരുമോ എന്ന് ചോദിക്കാറുണ്ട്. ശരിക്കും നമ്മൾ അങ്ങനെയല്ല ഡയറ്റ് ചെയ്യാറ്. നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഓൾ ബോഡി എന്ന് പറയുന്നത് അതൊരു എന്താ പറയാ നിശ്ചിതമായ ഒരു പ്രൊപ്പോർഷനിലാണ് നമ്മൾക്ക് നമ്മുടെ ഓൾ ബോഡി നിൽക്കുന്നത്. അപ്പൊ അതിൽ വാട്ടർ കണ്ടന്റ് ഉണ്ടാവും, ഫൈബർ ഉണ്ടാവും, കാർബൺ ഉണ്ടാവും, എല്ലാം ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ ഫാറ്റ് മാത്രമായിട്ട് നമുക്ക് കുറയ്ക്കാന്നുള്ളത് നമുക്ക് അതൊരു നിശ്ചിത എന്താ പറയാ ഇതിൽ മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ ബോഡിയിലുള്ള എല്ലാ പാർട്സും എല്ലാ ഭാഗത്തുള്ള ഫാറ്റുകളും നമ്മൾ കുറഞ്ഞു വരും. അൺഫോർച്ചുനേറ്റ്ലി വയറിന്റെ ഫാറ്റാണ് ഏറ്റവും ലാസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ അങ്ങനെ രീതിയിൽ ഡയറ്റ് ചെയ്ത് ബോഡിയുടെ വെയിറ്റ് കുറയ്ക്കുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ വർക്കൗട്ട് എക്സസൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മുടെ കൈയിന്റെ ഭാഗത്തൊക്കെ ആംസിന്റെ ഭാഗത്തൊക്കെ ചിലപ്പോൾ അങ്ങനെ ടിഷ്യൂസ് തൂങ്ങി കിടക്കും. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ അതേപോലെ തന്നെ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് വയറിന്റെ സൈഡിലുള്ള ഭാഗത്തൊക്കെ നമ്മൾ വയറിങ്ങനെ ചാടി കളിക്കും. അപ്പൊ അതില്ലാത്ത രീതിയിൽ നമ്മൾ നല്ല മനോഹരമായിട്ട് ബോഡി സ്ട്രെച്ച് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ രീതിയിലുള്ള വർക്കൗട്ട് കൂടി അതിന്റെ കൂടെ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ അത് വയറിന്റെ മാത്രം എക്സസൈസ് ചെയ്താൽ നമ്മുടെ വയറിന്റെ ഭാഗത്തുള്ള മസിൽസ് നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ സാധിക്കും എന്നല്ലാതെ അവിടെ മാത്രമായിട്ട് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്കറിയാം ഒരുപാട് പ്രൊഡക്ട്സും കാര്യങ്ങളും എല്ലാം ഇന്ന് നാട്ടിൽ അവൈലബിൾ ആണ്. ഒരു മാസം കൊണ്ട് 5 കിലോ കുറയ്ക്കാം, 2 മാസം കൊണ്ട് 15 കിലോ കുറയ്ക്കാം എന്നുള്ള രീതിയിലുള്ള പ്രൊഡക്ട്സ് എല്ലാം നമുക്ക് ഇന്ന് നാട്ടിൽ വളരെ സുലഭമായിട്ട് കിട്ടും. ആക്ച്വലി ഇത് നമ്മുടെ മൈൻഡ് സെറ്റ് ആണ്. അവര് വെറും ആ പ്രൊഡക്ട്സ് മാത്രം കുടിച്ചിട്ടല്ല നമ്മളോട് ഈ വെയിറ്റ് ലോസ് ചെയ്യാൻ പറയുന്നത്.
അതിന്റെ കൂട്ടത്തിൽ തന്നെ അവർ നമ്മളോട് പറയാറുണ്ട്, ഷുഗർ കുറയ്ക്കണം, ഓയിൽ കുറയ്ക്കണം, പൊരിച്ചത് കരിച്ചത് കുറയ്ക്കണം, എന്താ പറയാ, ഫുഡ് രാത്രിയിൽ കഴിക്കുന്നത് നിങ്ങൾ ഇത്ര മണിയുടെ മുന്നേ കഴിക്കണം, ഇത്ര മണിക്ക് ശേഷം കഴിക്കരുത് എന്നൊക്കെ പറയും. നോർമലി നിങ്ങൾ അത് ചെയ്താൽ തന്നെ നിങ്ങളുടെ വെയിറ്റ് കുറയും. അതിന്റെ കൂടെ ഈ ആഡ് ഓൺ ഫുഡിന്റെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ട്സിന്റെ ആവശ്യം വരില്ല. നോർമലി നമ്മളുടെ ഫുഡിൽ വരുത്തുന്ന മാറ്റങ്ങൾ തന്നെ നമ്മുടെ ബോഡിയിൽ അത് വെയിറ്റ് ലോസിന് കാരണമാവും. അപ്പൊ ഇത് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ആണ്. ഇത് കുടിച്ചത് കൊണ്ടാണ് ബോഡി വെയിറ്റ് കുറയുന്നത് എന്നുള്ളതല്ല. ഇത് കുടിച്ചിട്ടില്ലെങ്കിലും ഈ കാര്യങ്ങളെല്ലാം ചെയ്തു പോയാൽ തന്നെ നമ്മുടെ ബോഡി വെയിറ്റ് കുറയും. ഇനി അതിന്റെ കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഫിറ്റ്നസ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ലൈഫ് സ്റ്റൈലാണ്, ഒരു ഡിസിപ്ലിൻ ആണ്. പണ്ടൊക്കെ നമ്മൾ പറയാറില്ലേ, പ്രാതല്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് രാജാവിന്റെ പോലെ കഴിക്കണം അല്ലെ, ഉച്ചയ്ക്കുള്ള ഭക്ഷണം അത് പണിക്കാരനെ പോലെ കഴിക്കണം, രാത്രിയിലുള്ള ഭക്ഷണം ഭിക്ഷക്കാരനെ പോലെ കഴിക്കണം. അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് നമ്മളെല്ലാം ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ. അപ്പോൾ ആ രീതിയിലുള്ള നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു ഒട്ടുമിക്ക രോഗങ്ങൾക്കും കാരണം. അതുകൊണ്ടാണ് ഇന്ന് ഡോക്ടർമാര് എല്ലാവരും അതിനൊരു പേരിടുന്നത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഡിസീസ് എന്ന് പറയും. നമ്മുടെ ജീവിതത്തിന്റെ ശൈലികളിൽ വരുന്ന മാറ്റങ്ങൾ മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് ഇന്ന് ഒട്ടുമിക്കതും. അപ്പൊ ഫിറ്റ്നസ് എന്ന് പറയുന്നത് അതൊരു ഡിസിപ്ലിൻ ആണ്. അത് 1-2 ദിവസം കൊണ്ട് ചെയ്യണതോ, ഒരു മാസം അല്ലെങ്കിൽ 2 മാസം 3 മാസം മാത്രം ചെയ്യുന്നതോ ആയിട്ടുള്ള കാര്യമല്ല. അതൊരു ലൈഫ് ലോങ് ആയിട്ട് നമ്മൾ കൊണ്ടു നടക്കേണ്ട ഒരു ലൈഫ് സ്റ്റൈലാണ്, ഒരു ഡിസിപ്ലിൻ ആണ്. അത് ഭക്ഷണത്തിലായിക്കോട്ടെ, നമ്മുടെ ജീവിത രീതികളിലായിക്കോട്ടെ. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഫിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ആരോഗ്യം, ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഒരാളുടെ സഹായം അല്ലാതെ നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിറ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് പറയാം അല്ലെ. പലപ്പോഴും നമുക്ക് കോണി കയറാൻ സാധിക്കാതെ കിതപ്പ് വരുമ്പോഴാണ് നമ്മൾ ലിഫ്റ്റിന്റെ സഹായം യൂസ് ചെയ്യുക. 2 അടി നടക്കാൻ നമുക്ക് ഭയങ്കര പ്രയാസം തോന്നുമ്പോഴാണ് നമ്മൾ ബൈക്കിലേക്കും സ്കൂട്ടിയിലേക്കും കാറിലേക്കും മാറുന്നത്. അപ്പൊ ആ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങൾക്കൊരു ഡേ കംപ്ലീറ്റ് ചെയ്യാനുള്ള എനർജി നിങ്ങൾക്ക് ഉണ്ടോ? അതോ നിങ്ങൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ടയേർഡ് ആവുകയാണോ എന്നുള്ളതൊക്കെ നമ്മളൊന്ന് സ്വയം പരിശോധിച്ചാൽ നമുക്ക് ഒരു അവലോകനം കിട്ടും. ഇപ്പൊ ഞാൻ ഇന്നിവിടെ പറഞ്ഞിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ടൈം ടു അലാം എന്നാണ്. നമുക്ക് എവിടെയോ അലാറം വെക്കേണ്ട സമയമായിട്ടുണ്ട്. നിങ്ങളിൽ പല ആളുകൾക്കും ചിലപ്പോൾ നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും, എനിക്ക് ദൈവം തന്നിട്ടുള്ള ആ 2 പണിക്കാരുണ്ടല്ലോ, അവരെ പണി മുടക്കിയാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ എല്ലാവരുടെ ജീവിതം. അപ്പൊ ആ പണിക്കാര് പണി മുടക്കാതിരിക്കട്ടെ, അവർക്ക് സുഗമമായിട്ട് പണിയെടുക്കാൻ വേണ്ടുന്ന ഒരു സാഹചര്യം നമ്മുടെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ആ രീതിയിൽ ഒരു അലാറം നിങ്ങളുടെ ജീവിതത്തിലെല്ലാം വെക്കേണ്ട സമയമായോ ഇല്ലേ എന്നുള്ളത് നിങ്ങളൊന്ന് പുനഃപരിശോധിക്കുക. അപ്പോൾ ഈ ഒരു ദിവസം, ഈ ഒരു അവസരം തന്നതിന് ഡോക്ടർ ഹിഷാം ഹൈദർ സാറിനോടും JCAനോടും വളരെയധികം നന്ദി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു ഐഷ രഹ്ന മാഡം ഫോർ എ നൈസ് ടോക്ക്. വളരെ വണ്ടർഫുൾ ആയിട്ട് തന്നെ ഈ ഒരു രാവിലെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട നമ്മുടെ എക്സസൈസുമായി ബന്ധപ്പെട്ട്, ശരീരത്തിന്റെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു സെഷൻ ആയിരുന്നു. എനിവേ താങ്ക് യു. ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു ഐഷ രഹ്ന മാഡം. ദ ടൈം ഫോർ ഓപ്പൺ ഫോറം ഫീഡ്ബാക്ക്. നമസ്കാരം, ഞാൻ സിറില് ശ്രീകൃഷ്ണപുരം. മാഡം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോയിന്റ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നു. നല്ലൊരു സെഷൻ ആയിരുന്നു. പിന്നെ നമുക്ക് കുറെ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. ആ തെറ്റിദ്ധാരണകളൊക്കെ, ആ മസിലിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ തന്നെ നമ്മൾ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചിരുന്നത്. മാഡം പറഞ്ഞപ്പോഴാണ് അതിനെക്കുറിച്ചൊക്കെ കറക്റ്റ് മനസ്സിലാകാൻ കഴിഞ്ഞത്. വളരെ എഫക്റ്റീവ് ആയിരുന്നു. താങ്ക് യു. ഹലോ മാഡം, ഞാൻ സുനില, തവനൂർ JCA ആയിരുന്നു. ഗുഡ് മോർണിംഗ്.
സിറിൽ ബേബി സാറ് പറഞ്ഞ പോലെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. ഞാനും വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അവിടെയുള്ള ബോയ്സ് ഒക്കെ നല്ലോണം അങ്ങോട്ട് വേർത്ത് അങ്ങോട്ട് കുടിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്റെ ദേഹത്ത് ഒരു നനവ് പോലും ഉണ്ടാവില്ല. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു, ഈശ്വരാ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത് ശരിയാവണില്ലേ? അപ്പൊ ഞാൻ ചെയ്യുന്നതൊന്നും എന്റെ ഫാറ്റ് ഒന്നും ഇളകി പോണില്ലേ എന്നൊക്കെ ഒരു ധാരണ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാ ധാരണ മാറ്റി തന്നതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു, നല്ലൊരു സെക്ഷൻ ആയിരുന്നു. താങ്ക് യു. താങ്ക് യു, താങ്ക് യു. മാഡം ഗുഡ് മോർണിംഗ്. മാഡം ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ഫിർഷാദ് എന്നാണ്, തിരൂരിൽ JC ലെജൻസ്. ഓക്കെ മാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ തെറ്റിദ്ധാരണകളിൽ ഈ ഒരു കാര്യം കൂടെ ഞാൻ മനസ്സിലാക്കിയത്, അധികം ആൾക്കാർ വിശ്വസിക്കുന്നത് വെള്ളം നന്നായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ വയറ് നന്നായിട്ട് ചാടുന്നതാണ്. അതിലെന്തെങ്കിലും ലോജിക് ഉണ്ടോ? അതിലൊരു ലോജിക്കും ഇല്ല. അല്ല, പൊതുവെ എല്ലാ ഫാമിലിയിലായാലും എല്ലായിടത്തായാലും പുറത്തു പോകാണെങ്കിൽ നിങ്ങൾ ഒരുപാട് വെള്ളം കുടിക്കുന്നതാണ് നിങ്ങളെ വയറ് ചാടി വരുന്നത് എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നി വെള്ളത്തിൽ ഇപ്പൊ എന്താ ഉള്ളത്? ഒരു സാധനത്തിൽ ഉണ്ട് എന്നുള്ളൊരു ഫാറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇതിലേക്ക് വയറൊക്കെ ചാടാനുള്ള അവസ്ഥ ഉണ്ടാവും എന്നുള്ളത്. ഏതായാലും എനിക്കൊരു 50-50 കൺഫ്യൂഷൻ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. അത് ഇപ്പൊ മാം പറയുന്ന ഇതുകൊണ്ട് ക്ലിയർ ആയിന്നാണ്. വളരെ സന്തോഷം. ഓക്കെ, ഞാൻ റെക്കോർഡ് അല്ലാതെ ചെയ്തല്ലോ. വൈഫിന് എപ്പോഴും പറയില്ല അതാണ്, നിങ്ങൾ ഒരുപാട് വെള്ളം കുടിക്കാം, നമ്മൾ വയറ് ചാടുന്നത്. അത് പിന്നെ ചില ചില ആളുകളുടെ തെറ്റിദ്ധാരണയാണ്. നമ്മള് അതല്ല കുടിക്കുന്ന വെള്ളം സ്റ്റോർ ചെയ്യുന്നത് വയറിലാണ് എന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഇവര് വെള്ളം കുടിക്കൂല. അതാ രസം. മിനിമം ഒരു 3 ലിറ്ററെങ്കിലും ഒരു ദിവസം വെള്ളം കുടിക്കണം എന്നൊക്കെ എല്ലാവരും അറിയുകയും. പക്ഷെ വെള്ളം കുടിച്ച വയറ് ചാടും, വെള്ളം വല്ലാതെ കുടിക്കാൻ പാടില്ല, ബോഡിന്റെ ഫങ്ഷൻ നടക്കുന്നതിന് വെള്ളം കുടിച്ചുകൊണ്ടാണ് എന്നുള്ളത് തീരെ ബോധമില്ല. ഇങ്ങനെ വെള്ളം കുറച്ച് മൂത്രക്കടച്ചില് അവിടെ ഇത് എന്നൊക്കെ പറഞ്ഞാണ്ട് ആവശ്യം മാറണം. വളരെ വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ട്. മാമിനെ പോലത്തെ ആൾക്കാരൊക്കെ ഇത് കുറച്ചും കൂടെ ഒന്ന് സ്പ്രെഡ് ആയിട്ട് എല്ലായിടത്തും ഇങ്ങനെ അറിയിക്കണം എന്നുള്ളൊരു അപേക്ഷ കൂടെ ഞാൻ അറിയിക്കുന്നു. താങ്ക് യു മാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. താങ്ക് യു മാം. സൗമ്യ സുരേഷ് നെന്മാറയിലാണ്. എക്സലന്റ് സെഷൻ, കൺഗ്രാറ്റുലേഷൻസ്. എത്ര സിമ്പിൾ ആയിട്ടാണ്, എന്താ പറയാ, ജാവ സിമ്പിൾ ആണ് ബട്ട് പവർഫുൾ ആണ് എന്ന് പറയുന്ന പോലെ വളരെ സിമ്പിൾ ആയിട്ടാണ് മാമിന്റെ പ്രസന്റേഷൻ ഉണ്ടായിരുന്നത്. ബട്ട് എത്ര നമുക്ക് ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളാണ് ഓരോന്നും പറഞ്ഞത്. വളരെ ഇൻട്രസ്റ്റിംഗ് സെഷൻ. അതുപോലെ ഭയങ്കര പ്ലസന്റ് ആയിരുന്നു, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ എനിക്ക് മാഡത്തിന്റെ സെഷനിൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത്, ഞാൻ എപ്പോഴും പറയാറുള്ള, എനിക്ക് ഒരു കുറച്ച് വയറുണ്ടെന്നേ ഉള്ളൂ, അപ്പൊ വയറ് കളയാനുള്ള മെഷീൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്ന്. അപ്പൊ നമ്മള് അത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ വളരെ രസകരമായിട്ട് ഒരു അരമണിക്കൂർ എൻഗേജ് ചെയ്യിപ്പിച്ചു. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഗുഡ് മോർണിംഗ് ആയിഷ റഹ്ന. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ ചന്ദ്രിക ജയശങ്കർ, ഒലവക്കോട് ലോമിൽ നിന്നാണ്. വീഡിയോ ഓൺ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്. ഓക്കെ, സോ എനിക്കറിയാം, സ്ഥിരമായിട്ട് നമ്മുടെ 7 AM മോർണിംഗ് ഡ്രൈവിലുള്ള ആളാണ്. ഓക്കെ, സെഷനെ പറ്റി ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും എല്ലാവർക്കും ഉള്ള ഒരുപാട് മിഥ്യാധാരണകളാണ് ഇപ്പൊ ഇങ്ങനെ എന്താ പറയാ ഉടച്ചു കളഞ്ഞത് എന്നുള്ളതാണ്. ഒരു ½ പീരീഡിൽ ഒരുപാട് മിഥ്യാധാരണകൾ ഫിറ്റ്നസിനെ പറ്റിയുള്ള, നമ്മളെ ഏറ്റവും നമുക്ക് ഒരു തെറ്റിദ്ധാരണയും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് നമ്മുടെ ഈ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ശരീരം, നമ്മള് ജീവിച്ചിരിക്കുന്നത് നമ്മള് ആരോഗ്യത്തിന് എന്താ പറയാ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ, നല്ല ആരോഗ്യം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഏറ്റവും നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ് നമ്മളെ ഈ ഫിറ്റ്നസ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതിനെ പറ്റിയുള്ള ഒരുപാട് മിഥ്യാധാരണകളാണ് നമുക്ക്. അത് ഓരോന്നായിട്ട് വളരെ അതും നമ്മളെ പിന്നെ ഇപ്പൊ സൗമ്യ പറഞ്ഞതുപോലെ തന്നെ വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ, വളരെ സൗമ്യമായിട്ട് പ്ലസന്റ് ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് വളരെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു.
Anybody else? ഹലോ മാഡം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആരോഗ്യക്കുട്ടിയാണ്. എൻ്റെ ജേസിയിലെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് മാഡം. കാരണം ഞങ്ങൾ സൗദ് മുതൽ എല്ലാ പരിപാടിയിലും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. എനിക്ക് വളരെ സന്തോഷം. കാരണം ആരോഗ്യം എന്നുള്ളത് നമുക്കൊരു 10 രൂപ നഷ്ടപ്പെട്ടാൽ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയും, അല്ലേ? 10 രൂപ നഷ്ടപ്പെട്ട് നമ്മൾ കയ്യിൽ കഴിഞ്ഞാൽ, പക്ഷെ ആരോഗ്യം നഷ്ടപ്പെടുന്നത് അതിന്റെ അവസാന സമയത്ത് മാത്രമേ നമ്മൾ അറിയാറുള്ളൂ. അപ്പോൾ മാഡം, എനിക്ക് തോന്നുന്നു നമ്മളെല്ലാ സെക്ഷനിലും ഏത് സമയത്ത് കണ്ടെത്തുമ്പോൾ മാഡം ആരോഗ്യത്തെ കുറിച്ചും ഈ വർക്കൗട്ടിനെ കുറിച്ചൊക്കെ പറയണം. നല്ല രീതിയിൽ തന്നെ ആളുകൾക്ക് മനസ്സിലാവുന്ന രൂപത്തിലാണ് മാഡത്തിന്റെ ക്ലാസ് വരല്. അതുപോലെ തന്നെ ഇതും നന്നായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു ക്ലാസ് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടും. വളരെ താങ്ക് യു മാഡം. താങ്ക് യു. Anybody else? ആരെങ്കിലും ഉണ്ടോ? ഞാൻ തോന്നുന്നില്ലേ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ സെഷൻ വളരെ ഗംഭീരമായിരുന്നു. എല്ലാവരുടെയും ഫീഡ്ബാക്ക് കേട്ടു. എന്നാലും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു സമയം അവിടെ ചെലവഴിച്ചത് ഒരിക്കലും ഒരു നഷ്ടബോധമായിട്ട് തോന്നില്ല. അത്രയും വിലപ്പെട്ട ഒരുപാട് തെറ്റിദ്ധാരണകൾ തിരുത്താനും ഒരുപാട് പുതിയതായിട്ടുള്ള അറിവുകളൊക്കെ കൊടുക്കാൻ മാഡത്തിന് കഴിഞ്ഞു. ചെയർമാൻ എന്ന നിലത്തിൽ എല്ലാവരും ആശംസകളും നേരുന്നു. ഒഫീഷ്യലായിട്ട് ഈ പ്രോഗ്രാമിന് വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിന് വേണ്ടിയിട്ട് ജാബിർ, ആർ യു ദേർ? ജാബിർ പോയോ? ഓക്കെ. സുഹൈമ, ആർ യു ദേർ? ഓക്കെ. സൗമ്യ സുരേഷ്. Yes, sir, I am here. ഓക്കെ. വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് സൗമ്യ മാഡത്തെ ക്ഷണിക്കുന്നു. താങ്ക് യു ചെയർമാൻ ഫോർ ദ പ്രിവിലേജ്. ആദ്യം തന്നെ ഇന്നത്തെ ചെയർമാൻ ആയിട്ടുള്ള നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സെഡി ട്രെയിനിങ് ഡോക്ടർ ഹിഷാം ഹൈദർ സാർക്ക് നന്ദി അറിയിക്കുന്നു. 7 AM മോർണിംഗ് ഡ്രൈവ് എന്നൊരു ആശയം തുടങ്ങുകയും അത് വളരെ നല്ല രീതിയിൽ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന അദ്ദേഹത്തിന് ഹൃദയം നന്ദി അറിയിക്കുന്നു. അപ്പം ഇന്നത്തെ സെഷൻ വളരെ മനോഹരമാക്കി തന്ന ഐഷ റഹ്ന മാമിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് മാം. ഒപ്പം നമ്മുടെ അയൺ ലേഡി ഓഫ് സോൺ 28 ചിത്ര മാമിന് പ്രത്യേക സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഒപ്പം ZGB മെമ്പേഴ്സ്, JCI മെമ്പേഴ്സ് ആൻഡ് നോൺ JCI മെമ്പേഴ്സ്, ഇവിടെ പാർട്ടിസിപ്പൻസ് ആയിട്ട് വന്ന ഓരോരുത്തർക്കും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ. ജയ് JCI, ബി ബെറ്റർ, എൻജോയ് ദ ജോയ് ഓഫ് JCI. ഓക്കെ, താങ്ക് യു സൗമ്യ മാഡം ഫോർ യുവർ നൈസ് ടോക്ക്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും ഐഷ മാഡം പറഞ്ഞ പോലെ കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കൂടി ശ്രദ്ധിക്കുക. നമുക്ക് നാളെ മറ്റു സെഷനുമായി നാളെ വീണ്ടും കണ്ടുമുട്ടാം. The meeting in connection with the 7 AM morning drive of India adjourned. Thank you all.